എല്ലാ വികസന പ്രവർത്തനത്തെയും പൂർണ്ണമായിട്ട് തള്ളിപ്പറഞ്ഞവരാണവർ. ഒരു വികസനത്തെയും ഞങ്ങൾ പിന്തുണക്കില്ല എന്ന് പരസ്യ നിലപാട് സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഈ UDFന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ. അവർക്ക് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന ഏറ്റവും ശക്തമത്തായ തിരിച്ചടി, കേരളത്തിൻ്റെ വികസന പ്രവർത്തനത്തിൽ ഒരു പങ്കും വഹിക്കാൻ നിങ്ങൾക്കായിട്ടില്ല. കഴിഞ്ഞ 10 കൊല്ലം ഒരു പ്രവർത്തനത്തിലും അവർക്ക് മുന്നോട്ടേക്ക് വരാൻ സാധിച്ചിട്ടില്ല. വിമർശനാത്മകമായ രീതിയിൽ എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചു എന്നല്ല, ഒരു വിമർശനവും ഉന്നയിക്കാൻ സാധിക്കാത്ത രീതിയിൽ അവർക്ക് ഞങ്ങളെല്ലാ വികസന പ്രവർത്തനത്തിനും എതിരാണ് എന്ന പ്രചാരവേലയാണ് അവർ നടത്തിയത്. അതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ UDFും BJPയും അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി. ഞാൻ പറഞ്ഞു തന്നോട്ടെ, അതായിരിക്കും തിരിച്ചടി. ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി അതായിരിക്കും. കാരണം ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല. ഞങ്ങളൊരു വികസന പ്രവർത്തനത്തിലും പങ്കാളിയാവുകയും ചെയ്യില്ല. കേന്ദ്ര ഗവൺമെൻറ് നമുക്കെതിരായിട്ട് നടത്തുന്ന അതിശക്തിയായ രീതിയിലുള്ള കടന്നാക്രമത്തെ, പ്രതിരോധത്തെ ചെറുക്കുന്നതിന് UDF ഇല്ല. ഇതാണ് കേരളത്തിൻ്റെ ഭാഗമായി അവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഈ പ്രശ്നമായിരിക്കും കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത്. കാരണം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് പുതിയ കേരളം സൃഷ്ടിക്കുമെന്നാണ്. അത് പറയല്ല ചെയ്യുന്നത്, അത് ജനങ്ങൾക്ക് അനുഭവവേദ്യമാണ്. അതാ കാര്യം.